നമ്മുടെ 2 കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം MP ശ്രീ പ്രേമേന്ദ്രൻ സാറും ചെബ്ര നമ്മുടെ MLA സുജിത് സാറും വന്നിട്ടുണ്ട്. രണ്ടുപേരെയും ഈ മ്യൂസിക് ക്ലബ്ബ് ഉദ്ഘാടന ദിവസം ഈ സെൻറ്റ് ജോൺ ബ്രിട്ടോ മ്യൂസിക് ക്ലബിന് ആശംസ അർപ്പിക്കാനായിട്ട് പ്രേമേന്ദ്രൻ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, വളരെ ഹൃദ്യമായ ഈ സംഗീത സായാഹ്നത്തിൽ എന്തെങ്കിലും പ്രഭാഷണം നടത്തി ഇതിൻ്റെ സൗന്ദര്യത്തിനെയും ഈ അന്തരീക്ഷത്തെയും ഏതെങ്കിലും തരത്തിൽ പരിമിതപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചലച്ചിത്രഗാന സംവിധായക രംഗത്ത് നിസ്തുലമായ സംഭാവനകൾ നൽകിയ, ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ കേൾക്കുകയും സംഗീത സംവിധാനം എങ്ങനെയെന്ന് ഉള്ളിൽ തട്ടി പ്രായോഗിക തലത്തിൽ അത് ബോധ്യപ്പെടുകയും ചെയ്ത ഒരു അനുഭവമാണ് ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നിമിഷങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും കണ്ട കേട്ട കൃത്യമായിട്ടുള്ള ഗാനവും അതിൻ്റെ അവതരണവും അതിൻ്റെ താളവും മേളവും അതിൻ്റെ നടത്തിപ്പിൽ സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ അംഗവിക്ഷേപങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ എത്രമാത്രം സമർപ്പിതമായ ജീവിതമാണ് സംഗീത ലോകത്തിന് വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും നമ്മുടെ നാവിൻ തുട്ടുകളിൽ തത്തിക്കളിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംഗീത ശകലങ്ങൾ.
അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചതിനുള്ള അതിയായ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ ഔപചാരികമായി തുടക്കം കുറിക്കുന്ന വിശുദ്ധ ബ്രിട്ടോ പിതാവിൻ്റെ നാമധേയത്തിൽ, ജോൺ ബ്രിട്ടോ പിതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു മ്യൂസിക് ക്ലബ്ബ് ഇന്ന് ഔപചാരികമായി ശക്തികുളങ്ങരയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു സംരംഭമാണ്. എൻ്റെ അഭിപ്രായത്തിൽ സംഘർഷഭരിതമായിട്ടുള്ള മനസ്സിനെ അല്ലെങ്കിൽ സംഘർഷഭരിതമായിട്ടുള്ള കടലിനെ ഒരു ശാന്ത സമുദ്രമാക്കി, ഒരു തടാകത്തിലേതെന്ന് പോലെ ശാന്തിയിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തമായ ഒരു മാധ്യമമാണ് സംഗീതം. ഒരുപാട് തിരക്കിനിടയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഞാനും MLA ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 5 മിനിറ്റ് നേരം സത്യത്തിൽ വന്നിരുന്ന് ആ പാട്ടും അതിൻ്റെ സംവിധാനവും അതിൻ്റെ ആലാപനവും സംഗീതവും ഒക്കെ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആംബിയൻസ് അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് തന്നെ ഘടനാപരമായിട്ടുള്ളൊരു മാറ്റമാണ് ഉണ്ടായത്. അതാണ് സംഗീതത്തിൻ്റെ സ്വാധീനം, അതാണ് അതിൻ്റെ ശക്തി. അതുകൊണ്ട് ഇന്ന് ഇവിടെ രൂപവൽക്കരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള സെയിൻറ്റ് ജോൺ ബ്രിട്ടോ മ്യൂസിക് ക്ലബ് എല്ലാ മാസവും ഏറ്റവും കുറഞ്ഞത് ഒരു പരിപാടിയെങ്കിലും സമാന സ്വഭാവത്തിലുള്ള 1-2 പരിപാടികൾ സംഘടിപ്പിച്ച് ഈ തീരദേശ ജനങ്ങളുടെ മനസ്സിനെ കൂടുതൽ സർഗാത്മകമാക്കി മാറ്റി തീർക്കുന്നതിനും നമ്മുടെ കൂടുതൽ ഐക്യത്തിനും യോജിപ്പിനും ഉതകുന്ന നിലയിലുള്ള ഒരു നല്ല സംരംഭമായി സെയിൻറ്റ് ജോൺ ബ്രിട്ടോ മ്യൂസിക് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ജെറി അമൽദേവ് സാറിനോടുള്ള അഗൈതവുമായ സ്നേഹവും ആദരവും ബഹുമാനവും, കാരണം അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് സംഗീത ലോകത്ത് ഇപ്പോഴും നല്ല സ്ഥാനം അടയാളം ഉറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഗീതത്തിൽ കൂടിയാണ്. ഈ നാടിൻ്റെ ആകെ പേരിലുള്ള ഹൃദ്യമായ ആദരവ്, ബഹുമാനം, സ്നേഹം, നന്ദി അറിയിച്ചുകൊണ്ട് ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു സർ. ഞാൻ നമ്മുടെ MLA സുജിത് വിജയമുള്ള സാറിനോട് ചോദിക്കുകയാണ്, ഒരു പാട്ട് കേട്ടിട്ട് മതിയോ? അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് കാക്കിക്കുള്ളിലെ കലാകാരനെ നമുക്ക് ഓർമ്മയുണ്ടാകും അല്ലേ? ശ്രീനിവാസന്റെ ആ ഡാൻസ് നമുക്ക് ഓർമ്മയുണ്ടാകും. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആ ഗാനം സത്യനന്ദിക്കാട് ചിത്രത്തിലേക്ക് ഈ ഗാനം സംഗീത സംവിധാനം നൽകിയത് സ്വാഭാവികമായിട്ടും സാർ തന്നെയാണ്, ജെറി സാറാണ്. സാറിൻ്റെ ഈ ഗാനം നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് കേൾക്കാം. വളരെ നല്ലൊരു സഹായം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. MLA നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു.
പിതാ കർത്താവിൻ്റെ ദാസി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. വചനം മാംസമായി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഈശ്വരയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ പുത്രനായ ഈശ്വരയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവരുടെ പിതാനുഭവം പുരുഷന്മാരുടെ മുഖേന ഉയർത്തന്റെ മഹിമ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവരും ശേഷിയായിരിക്കട്ടെ. സ്വാഗതം ചെയ്യുന്നു. മ്യൂസിക് ക്ലബ്ബ് രൂപീകൃതമായി, അതും ഒരു വലിയ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. നമ്മുടെ ഈ ശക്തിയുള്ളതിനെ മാത്രമല്ല, ഇന്നിപ്പം ഈ കേരള സമൂഹത്തെ ആകെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് ഈ ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം. പ്രത്യേകിച്ചും യുവാക്കളിലാണ്. യുവാക്കളിൽ മാത്രമല്ല, സ്കൂൾ തലം മുതലേ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിപണനം ചെയ്യുകയും കുട്ടികളെ അത് എത്തിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ശൃംഖല തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു പോരാട്ടം ഒരു വലിയ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് സെയിൻറ് ജോൺ ബ്രിട്ടോ മ്യൂസിക് ക്ലബ്ബ് ആരംഭിച്ചിരിക്കുന്നത്. അത് വിജയിക്കുക തന്നെ വേണം. അതിന് ഉപയോഗിക്കുന്ന പാത മ്യൂസിക് എന്നുള്ളതാണ്. മ്യൂസിക് ദൈവത്തിലൂടെ മ്യൂസിക്കിലേക്ക് എത്തിയൊരു മഹാലോക വ്യക്തിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അദ്ദേഹം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ സംഗീതത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീ ജെറി അമൽദേവ് എന്നുള്ള മ്യൂസീഷ്യൻ, നമുക്കറിയാവുന്ന മ്യൂസീഷ്യൻ. അപ്പം അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശാസ്ത്രീയമായിട്ടൊന്നും വലിയ രീതിയിൽ അങ്ങനെ ചിന്തിക്കുകയോ പാടുകയോ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് സംഗീതം അങ്ങനെ എത്തുകയാണ്, ആ ഒരു മൊമെൻറ്റിൽ എത്തുന്നതാണ്. ആ മൊമെൻറ്റിലെത്തുന്ന മ്യൂസിക് വെച്ചിട്ടാണ് അദ്ദേഹം പലപ്പോഴും ഫിലിം സോങ്സ് ഒക്കെ ചെയ്യാറുള്ളത്. ആ രീതിയിൽ അനുഗ്രഹീതനായ ഒരു വ്യക്തി നമ്മുടെ മണ്ണിലെത്തിയിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സംഗീതം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തയ്യാറായിരിക്കുന്നു. ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വന്നതിൽ സന്തോഷമറിയിക്കുകയാണ്. ഒരു കാലത്ത് നമ്മുടെ എല്ലാ യുവാക്കളും, നമ്മുടെ തലമുറ മുഴുവൻ അദ്ദേഹത്തിൻ്റെ സംഗീതം കേട്ടിട്ട് ഒരു വ്യത്യസ്തമായ സംഗീതമായിരുന്നു. നമ്മൾ അതുവരെ കേട്ടിട്ടുള്ള സംഗീതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ രൂപത്തിലുള്ള ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ മലയാള ഭാഷയെ അല്ലെങ്കിൽ നമ്മുടെ കേരള ചലച്ചിത്ര സംഗീതത്തെ പരിചയപ്പെടുത്തിയൊരു വ്യക്തി കൂടിയാണ്. അതിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഒരുപാട് ഹിറ്റുകൾ ഇതിൽ വരുന്ന പൂക്കൾ എല്ലാവർക്കും അറിയാം. അതുപോലെ നോക്കത്ത ദൂരത്തെ കണ്ണുനട്ട് തുടങ്ങി ഇപ്പോൾ നേരത്തെ കേട്ട പാട്ട് മുതൽ നമ്പർ ഓഫ് സോങ്സ്, ഗുരുജി ഒരു വാക്കിലെ പാട്ടുകൾ, അങ്ങനെ ഒരുപാട് എല്ലാ മതസ്ഥിലുള്ള ഭക്തിഗാനങ്ങളൊക്കെ വളരെ മികവാർന്ന രീതിയിൽ അദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കെപ്പോഴും ഓർമ്മ വരുന്ന സാറേ, എന്നെന്നും കണ്ടിട്ടുണ്ട് ദൈവത്തെ മുന്തുകി എന്നുള്ള പാട്ട്. കാരണം അന്നത്തെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ എല്ലാ കോമ്പറ്റീഷനിലും ഒന്നിലധികം കുട്ടികൾ പാടുന്നൊരു പാട്ടായിരുന്നു, പാടാൻ ശ്രമിക്കുന്നൊരു പാട്ടായിരുന്നു. വലിയ ഗംഭീരമായ ഒരു കമ്പോസിഷൻ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള മികവാർന്ന വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സംഗീതം ചെയ്തിട്ടുള്ള വ്യക്തിയുടെ സാന്നിധ്യം ഈ ഒരു മുഹൂർത്തത്തെ ധന്യമാക്കുന്നു. എനിക്ക് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ ക്ലബിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ പിന്തുണയും തരണത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും എല്ലാ ആശംസകളും നിലനിർത്തുന്നു. അടുത്ത ഗാനത്തിലേക്ക് പോകാം. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രം സാറിപ്പം പറഞ്ഞ ആ സിനിമയിലെ പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയും പൂത്തുന്ന ഗാനം ഇപ്പോൾ നമുക്ക് ശ്രമിക്കാം. ബിച്ചു തിരുമലയുടെ വരികളാണ്. ജെറി അമൽദേവ് സാറ് വളരെ തൻ്റെ പ്രത്യേക ശൈലിയാൽ സമ്പന്നമാക്കിയ ഗാനമാണത്. നമുക്ക് ശ്രമിക്കാം.
സംഗീതം നൽകിയിട്ടുണ്ട്. അതിൽ പത്താമത്തെ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇനി 6 ഗാനങ്ങൾ കൂടിയേ നമ്മളിവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 10ാമത്തെ ഗാനം അധ്യായം 1 മുതൽ എന്ന സത്യൻ അന്തിക്കാട് ചിത്രത്തിലേക്ക് MD രാജേന്ദ്രൻ തൂലിക ചലിപ്പിച്ചു ജെറിയമ്മദേവ് സംഗീതം നൽകിയ ഒരു നാടൻ പാട്ടിൻ്റെ ഒരു മേലാപ്പണിയിച്ച് മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ഗാനമാണിത്. നമുക്ക് സവിശേഷമായ താളവും ഈ ഗാനത്തെ ഹൃദ്യമാക്കിയിട്ടുണ്ട്. നമുക്ക് ശ്രമിക്കാം.
കോളേജിലും സ്കൂളുകളിലെല്ലാം വളരെ ഏറെ ഉപയോഗിക്കുന്ന ഒരു ഗാനമായിരുന്നു. അപ്പോൾ ആ പാട്ട് നമുക്കിപ്പോൾ ശ്രവിക്കാം. ഏറ്റവും മനോഹരമായ ഗാനം നമുക്ക് ആസ്വാദികരമാകട്ടെ. എൻ്റെ എല്ലാ പാട്ടുകളുടെയും ജീവൻ ലിറിക്സാണ്. ഇപ്പം അക്കുത്തിക്കുത്താന വരമ്പത്ത് എന്ന് പകരം ഴാഴൂഴാഴാവൺ ഴാഴാഴ എന്ന് അദ്ദേഹം എഴുതിയിരുന്നെങ്കിലോ എന്തായിരുന്നു ആ പാട്ടിൻ്റെ അവസ്ഥ? സോ ദ ഹാർട്ട് ഓഫ് ദ സോങ്, ലെറ്റ് ഇറ്റ് ബി ദ സോങ് ഇൻ ദ ചർച്ച് ഓർ ലെറ്റ് ഇറ്റ് ബി പുറത്തുള്ള പാട്ടാണെങ്കിലും പാട്ടിൻ്റെ ഹൃദയം ലിറിക്സാണ്, സാഹിത്യമാണ്. എങ്കിൽ മാത്രമേ ഒരു പാട്ട് ജീവിക്കുകയുള്ളൂ. ഇത് ഞാൻ പ്രത്യേകത്ത് പറയാൻ വിചിത്രത്തിലാണ് ഞാൻ കൂടുതൽ പാട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ അടുത്ത പാട്ട് ഏതാണ്? പൂവോട്ടെ തട്ടിച്ചെല്ലിന്ന് എഴുതിയിരിക്കുന്നത് കൈതപ്പുറം ദാമോദരനുണ്ട്. ആ വാക്കുകൾ അദ്ദേഹം ആ വടക്കൻ മലബാറിൻ്റെ ശൈലിയിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. സോ ഐ ടേക്ക് മൈ ഹാറ്റ്സ് off to all those lyricists who have written for me and for the whole Malayalam film industry.
ഗാനം. ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ച നടൻ മധുവാണ്. പാട്ടുകൾ എഴുതിയത് പ്രസിദ്ധ കവി കാവാലം നാരായണ പണിക്കരും. അമേരിക്കയിൽ നടക്കുന്ന രംഗത്തിലേക്ക് വേണ്ട ഗാനം സംഗീതത്തിൽ കലർത്തുവാനാണ് ജൽസാറിനെ ക്ഷണിച്ചത്. ആർട്ടിസ്റ്റ് ആയിരുന്നു മിസ്റ്റർ Thank you.